എന്തെങ്കിലും പഠിക്കുക, എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോവുക. പുതിയ പിള്ളേരൊക്കെ അങ്ങനെയാണെന്നാണ് പറയാറ്. പക്ഷെ അങ്ങനെയല്ല. വിദേശത്ത് പോയി തിരിച്ചു വന്നിട്ട് കൃഷിയിൽ മുഴുകുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. പോത്ത്, കോഴി, കാട, മീൻ, അലങ്കാര പക്ഷികൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം വിചാരിക്കും. വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് വയനാട് താഴേക്കരണിയിലുള്ള ജെറിൻ തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകളിൽ ചിലത് മാത്രമാണിത്. ഞാൻ ആദ്യം എൻ്റെ ഈ ഫാം തുടങ്ങുന്നത് തന്നെ പോത്ത് വാങ്ങിച്ചിട്ടാണ്. 2 പോത്തിനെ വാങ്ങിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് കാട വന്നത്. അതിനുശേഷം ഇറച്ചിക്കോഴി, ബ്രോയിലർ കോഴി വന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് മീനും വന്നു. പോത്തിൽ തുടങ്ങാനുള്ള കാരണം? പോത്തിൽ തുടങ്ങാനുള്ള കാരണം ഞാൻ വിദേശത്താണ് ഓൾറെഡി ആയിരുന്നു. ഒരു 2014 to 2021 വരെ വിദേശത്തായിരുന്നു. ആ കൊറോണ ടൈമിൽ നമ്മൾ 19 പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റിയത് 21-ലാണ്. അതിനുശേഷം തിരിച്ചു പോകാൻ നല്ല ഡിലേ വന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അധികകാലം ഗൾഫിൽ നിൽക്കൂല എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ചൂട് കണ്ട കാര്യമില്ല. ഇല്ല. അങ്ങനെ അപ്പൊ ആ ഗ്യാപ്പ് പിന്നെ ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം. അങ്ങനെ 2 പോത്ത് വാങ്ങി. ഇവിടെ നമുക്ക് സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, വെള്ളവും കാര്യങ്ങളും സൗകര്യം ഉണ്ട്. അങ്ങനെ പോത്ത് തുടങ്ങി. ഇവിടെ സ്ഥലം എത്രയുണ്ട്? 4 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം നമുക്ക് സാഹചര്യങ്ങളുണ്ട്. മീൻസ് അടുത്ത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കംപ്ലൈന്റുകളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മേഖല ധൈര്യമായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ പോത്തിന്റെ ഒരു ഐഡിയ എങ്ങനെയാ വന്നേ? പോത്തിന്റെ ഏതെങ്കിലും ഒന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാം കൂടി സക്സസ് ആയില്ലെങ്കിൽ മറ്റേതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം പുല്ലും ഉണ്ട്, വെള്ളവും ഉണ്ട്. അപ്പൊ പോത്തിനെ ആദ്യം തുടങ്ങി. പിന്നെ കാടാന്ന് പറയുന്നത് നമുക്ക് ആ സാഹചര്യം, ഞാൻ ആദ്യം ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് എൻ്റെ പഠനങ്ങൾ മൊത്തം. അപ്പം അതിൻ്റെ ഒരു ടൈമിങ്ങും പിന്നെ അത് വേറെ ആളുടെ നിന്ന് മേടിക്കണം, പിന്നെ ഇതിനെക്കാട്ടും കുറച്ച് എമൗണ്ട് കൂടുതൽ വേണ്ടി വരും. അങ്ങനെ ചെറിയ പോത്തിനെ എടുത്തിട്ടാണ് തുടങ്ങിയത്. പോത്തിനെടുത്ത് ഇവിടെ പിന്നെ നമ്മളിവിടെ തന്നെ ബ്രഹ്മഗിരിയുടെ അവരുടെ ചെറിയൊരു മീൻസ് പോത്തുകളെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട്, ചിത്രമൂല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് 2 പോത്തിനെ എടുത്തത്. ആദ്യത്തെ കൊല്ലം അതങ്ങനെ നമ്മൾ രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ചുള്ളിയോട് ചന്തയിൽ പോയി എടുത്തിട്ടുണ്ട്, കൊടുവള്ളി പോയി എടുത്തിട്ടുണ്ട്, പൊള്ളാച്ചി പോയി എടുത്തിട്ടുണ്ട്. എന്താണ് പോയി എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പോയി എടുക്കുമ്പം പലരും പല രീതിയിലാണ് പറയുന്നത്. ഇടനീളം നോക്കണം, കാലിന്റെ ഹൈറ്റ് നോക്കണം, വാല് നോക്കണം, കൊമ്പ് നോക്കണം. പിന്നെ ഞാൻ തന്നെ പോവാറില്ല. ഞാൻ തന്നെ പോയി ശരിക്കും ഒരു പണി കിട്ടിയിട്ടുണ്ട് പൊള്ളാച്ചി പോയിട്ട്. അത് ഞാൻ തന്നെ പോയി അവിടുത്തെ കച്ചവടം, ചന്തയിൽ പോകുമ്പോ അറിയാലോ, നമ്മളായിട്ട് പോരുത്, പറ്റ ചന്തയായിട്ട് തന്നെ പോകണം എന്നാണ് എല്ലാരും പറയാറ്. അങ്ങനെ നമ്മളായിട്ട് തന്നെ പോയി ഒരു 5 പോത്തിനെ എടുത്തു. അവരൊരു റേറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മള് എല്ലാം പൈസയും കൊടുത്തു. അപ്പൊ തന്നെ രൊക്കം തന്നെ പൈസയും കൊടുത്തു. പോത്തിനെ വണ്ടി കയറ്റാൻ വന്നപ്പോ വേറെ ആൾ പറഞ്ഞു അത് ഒരു പോത്തിന്റെ പൈസയാന്ന് പറഞ്ഞു. മീൻസ് 5 പോത്തിന് പറഞ്ഞ പൈസ 1 പോത്തിന്റെ പൈസയാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഞാൻ കുറച്ചു നേരം വണ്ടറടിച്ച് നിന്നു. ഓൾറെഡി പൈസ അവരുടെ അടുത്താണ്. അത് കഴിഞ്ഞ് അവിടെയുള്ള മലയാളികള് 2-3 പേരുണ്ടായിരുന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു ഞങ്ങളും തുടക്കം അങ്ങനെയാന്ന് പറഞ്ഞു. അവർക്കും ആ രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിന്റെ പൈസ പോകത്തില്ല, നീ നോക്കി വെച്ച പോത്തിന് എടുക്കാൻ പറ്റില്ല, അവര് തന്നെ പോത്തിന് നമ്മൾ എടുത്തിട്ട് വരണം. ആ ഒരു രീതിയിലാ പോവുള്ളൂ. അങ്ങനെ നമ്മള് വേറെ പോത്തുകളെ എടുത്ത് വന്നു. അപ്പൊ നമ്മള് കണ്ടതല്ല എടുത്തത്. അങ്ങനെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പണി അതിനുശേഷം ഞാൻ എപ്പോ പോയാലും അറിയാവുന്ന ഒരാളെയും കൂടി കൂട്ടിയിട്ട് ഞാൻ പോകാറുള്ളൂ. അങ്ങനെയാണ് പഠിച്ചു വരിക. അടുത്തോളം പോയപ്പോ കുഴപ്പം പറ്റിയില്ല? ഇല്ല, അടുത്ത ഓൾറെഡി എനിക്ക് അറിയുന്ന ഒരാളും കൂടി ഉണ്ട്. ആ ധൈര്യമുണ്ട്. അപ്പോഴും ഞാൻ അയാളോട് പറയും ഞാൻ ആദ്യം സെലക്ട് ചെയ്യാം, മീൻസ് എന്നാലല്ലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അതിലെ പ്രോബ്ലംസ് പറഞ്ഞു തരണം. അങ്ങനെ അപ്പൊ ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് പിന്നെ വലിയ തട്ടിയെട് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പോയിട്ട് പോത്തിനെ എടുക്കുകയാണെങ്കിൽ ജെറിന് എന്താ പറയാൻ പറ്റുക? 4 കൊല്ലമായി പഠിച്ചു തുടങ്ങിയിട്ട്. എങ്ങനെയായാലും ഒരു ചെറിയ പോത്തുകൾ, അതായത് 120 കിലോ ഉള്ളതിനൊക്കെ എടുക്കാതിരിക്കുക. എന്തായാലും ഒരു 150-200 കിലോ ഉള്ള പോത്തുകളെ എടുക്കുക. അങ്ങനെയാണ്. അതായത് അതിപ്പോ 2 വയസ്സൊക്കെ ആയിരിക്കും. കാരണം ഞാൻ അന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 4-5 മാസം കഴിഞ്ഞ പോത്തിനെ എനിക്ക് കിട്ടിയത്. അപ്പൊ അത് പറ്റ ചെറുതാണ്. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് പിന്നെ വേറെ കാര്യങ്ങൾ അങ്ങനത്തെ അതൊക്കെ നമ്മൾ ഒന്ന് ക്ഷീണം മാറ്റി വരുമ്പോഴേക്കും മിനിമം 2 കൊല്ലം മേലെ എടുക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ല.
ചിലപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര നഷ്ടം വരും. അപ്പം ഒരു 200 കിലോയൊക്കെ ഉള്ള 150-200 കിലോ ഉള്ള പോത്തിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനധികം ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വെള്ളവും തീറ്റയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വന്നോളും. എത്ര കൊണ്ടുവന്നിട്ട് എത്ര നാളുകൾക്കുള്ളിൽ നമുക്കൊരു ഞാനിവിടെ കൊടുക്കുന്ന അതായത് പെരുന്നാളുണ്ടല്ലോ, മീൻസ് ബലി പെരുന്നാളുണ്ടല്ലോ, ആ ജൂണിലെ ടൈമിന് നമ്മൾ എടുക്കുന്നു. ആ ടൈമിൽ തന്നെ അടുത്ത ജൂണിലാകുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്നു. 1 വർഷം നമ്മളിവിടെ നിർത്തുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അങ്ങനെ കൊടുത്താൽ കയ്യിൽ പെടാണ്ട് ആവശ്യക്കാരുണ്ടാവും. അത് കറക്റ്റ് അവര് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നമ്മളെ സാധനങ്ങൾ കറക്റ്റ് റേറ്റ്, അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു റേറ്റും കിട്ടും. ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഡിമാൻഡ് കുറവാണ്. ഡിമാൻഡും കുറവാണ്. കൊണ്ടുവന്നിട്ട് ഇവിടെ പുല്ല് പിന്നെ ഇവിടെ ഉണ്ട് അല്ലെ? പുല്ല് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് വയലും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ പിന്നെ പുല്ല് നമുക്ക് നമ്മൾ നനച്ച് നമുക്ക് പുല്ലുണ്ട്. പിന്നെ വെള്ളത്തിനായാലും കുളവും കാര്യങ്ങളും ഉണ്ട്. അവർക്കായിട്ട് തന്നെ ഒരു കുളവും നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് പോത്തിന് കിടക്കാനുള്ള കുളമുണ്ട്. വൈക്കോല് കൊടുക്കാറുണ്ട് അല്ലേ? ഇപ്പം കുറച്ച് പുല്ല് ഷോർട്ട് വന്നുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു 10-20 റോള് വൈക്കോല് വർഷത്തിൽ നമ്മൾ മേടിക്കുന്നുണ്ട്. ഇത് വാങ്ങുന്നവരൊക്കെ പറയാറുള്ളത് തീറ്റ കണ്ടിട്ട് പോത്തിനെ വാങ്ങാവൂന്ന് പറയാറ്. കറക്റ്റാണ്. അതായത് തീറ്റ അധികം ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവന്മാര് കയറി വരില്ല. അല്ലെങ്കിൽ നമുക്ക് പെല്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. ഇപ്പം പെല്ലറ്റ് മാത്രം കൊടുത്ത് വൈക്കോലും മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലാഭം കിട്ടത്തില്ല. നമ്മൾ തീറ്റപ്പുല്ല് നമ്മൾ നട്ട് നമുക്ക് അതിനുള്ള സ്ഥലവും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. വലിയ തട്ടില്ലാതെ നമുക്കത് പോവാൻ പറ്റും. ഇവിടെ കെട്ടാറില്ല അല്ലേ? ഇല്ല, ഞാനത് ഷെഡിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഫെൻസ് ചെയ്തേക്കാം. അത് കുളവും ഷെഡും ചേർന്നൊരു ഫെൻസ് ചെയ്തേക്കാം. അതിലങ്ങനെ കെട്ടാറില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി വളരുകയും ചെയ്യും. അതായത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പകുതി തീറ്റ മതി എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ച് അവര് രാവിലെ നമ്മൾ ചാഫ് കട്ടറുണ്ട്, പുല്ല് നമ്മൾ ചാഫ് ചെയ്ത് കട്ട് ചെയ്ത് അവൾക്ക് കൊടുക്കും. അവർ തിന്നും, നേരെ കുളത്തിൽ വരും, കിടക്കും. ഉച്ചയാകുമ്പോൾ വീണ്ടും അവന്മാർ തിന്നാൻ പോകും. പുൽത്തൊട്ടിയിൽ നമ്മളെപ്പോഴും പുല്ല് അങ്ങനെ ആ ടൈമിലായിരുന്നു. പിന്നെ അവന്മാർ തിന്ന് അവർ പിന്നെയും വെള്ളത്തിൽ വരും, വൈകുന്നേരം കയറും. ഇതായിരുന്നു അവരുടെ ഒരു ടൈം ടേബിൾ. നേരെ കുറച്ച് ഈ ബാച്ച് അങ്ങനെയല്ല, കിടത്തി ഇതുവരെ കിടക്കുന്നില്ല. 2-3 പ്രാവശ്യം തള്ളിയിട്ട് നോക്കി. പക്ഷെ അവന്മാര് എന്താണെന്നറിയില്ല, ഇനി ചിലപ്പോൾ ചൂട് കൂടുമ്പോ ചിലപ്പോ ഇറങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ കിടക്കുന്ന പോത്തുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഗുണമാണ് നമുക്ക്. അതായത് നല്ല കറുപ്പുണ്ടാവുന്ന പറഞ്ഞേ, വെയിലും വെള്ളവും നല്ല കറുപ്പുണ്ടാവുന്ന പറഞ്ഞു. പിന്നെ അവന്മാര് കുറച്ചും കൂടി സൈസ് ആയിട്ട് വരുന്നതാണ് പറഞ്ഞത്. എന്തായാലും കൈ പെടില്ല എന്ന് ഉറപ്പാനുള്ള പരിപാടിയാണ് ഇപ്പൊ. അതെ അല്ലെ? ആ പരുവത്തിലെത്തി. അതെ അല്ലെ? തീർച്ചയായിട്ടും. ഒമാനിൽ ആയിരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പോത്തുണ്ടാവും എന്നുള്ള പരിപാടി. പോത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളതുകൊണ്ട് മീൻസ് നാട്ടില് ഇങ്ങനെ ഫാം സെറ്റ്, അതിലിപ്പം പോത്ത്, കാട, കോഴി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ഫാം മീൻസ് ഒരു ഫാം ടൂറിസം, അതൊക്കെ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പോത്തിൽ തുടങ്ങിയത്. ജെറിനിപ്പോ പഠിച്ചൊക്കെ വടുവഞ്ചാലി സ്കൂളിലാണ് അല്ലെ? അത് കഴിഞ്ഞിട്ട് പോളിയിൽ പോയി. ഡിപ്ലോമ എടുത്തത് ഇതല്ല, കൃഷിയല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജെറിന് ഞാൻ വടുവഞ്ചാലി വന്നപ്പോ അന്വേഷിച്ചപ്പോ അവിടുത്തെ പിള്ളേരൊക്കെ വിദേശത്താന്നാ പറഞ്ഞത്. അവരിതൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം കുറെ പേര് വിദേശത്ത് തന്നെയാണ്. പോത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വിദേശത്ത് നിന്ന് വന്ന് രണ്ടാമത് തുടങ്ങിയത് കാടയാണ്. കാടയും പിന്നാലെ കോഴിയും തുടങ്ങി അല്ലേ? ഈ കാടകൾക്ക് തുടങ്ങുമ്പോ എന്താ, കാടയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലേ? കാടയ്ക്ക് ഞാൻ തുടങ്ങിയ ടൈം ശരിക്കും ഡിമാൻഡ് ഇല്ലാത്ത ടൈമായിരുന്നു. അതായത് നോമ്പ് കാലത്താണ് ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് 500 എണ്ണം വെച്ച് തുടങ്ങിയതില് നമുക്ക് മുട്ടയിടാൻ തന്നെ നോർമലി ഒരു 40 ദിവസം ആകുമ്പോഴേക്കൊക്കെ നമുക്ക് മുട്ടയിട്ട് തുടങ്ങും. എന്താ അറിയില്ല, നമ്മൾ തുടങ്ങുന്നത് അത്യാവശ്യം നല്ല നെഗറ്റീവിൽ തന്നെയാണ് എന്റെ പരിപാടികൾ മൊത്തം തുടങ്ങിയേക്കുന്നത്. നമ്മളത് 70 ദിവസമാണ് നമുക്ക് ഒരു മുട്ട കിട്ടിയത്. നമുക്ക് പരിചയമില്ലായ്മയായിരിക്കാം മെയിൻ പ്രശ്നം. അങ്ങനെ നമ്മളത് തുടങ്ങി, നമ്മൾ മുട്ടയൊക്കെ ആയി. കടകളിലേക്ക് നോക്കുമ്പോൾ നോമ്പ് സമയത്ത് ഇതിന്റെ ഡിമാൻഡ് കുറവാണ്, മീൻസ് ആ ടൈമില്. അങ്ങനെ നമുക്ക് നല്ലതാണ് സ്റ്റോക്കായി. അവസാനം നമ്മളത് കൊണ്ടേ കളഞ്ഞു.
ഇതാണ് നമ്മുടെ എന്റെ തുടക്കം. ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ മാർക്കറ്റ് മനസ്സിലായി ഏത് ടൈമാണ് കുറവ് ഏത് ടൈമാണ് കൂടുതൽ എന്നുള്ള ആ രീതിയിൽ അനുസരിച്ച് നമ്മൾ ബാച്ചിനെ മാറ്റുന്നു, പുതിയ ബാച്ചിനെ ഇറക്കുന്നു. പിന്നെ കാടയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാട ഇറച്ചിയും കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഹാച്ച് ചെയ്യുന്നുണ്ട്, ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ട്. ഹാച്ചറി ഉണ്ട്. അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. തുടക്കം ഇതേപോലെ തന്നെ അതും നെഗറ്റീവാണ്. ആ മെഷീനും നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ മേടിച്ചിട്ട് വിരിയാതെ 1000 മുട്ട വെച്ചിട്ട് 100 മുട്ടയാണ് വിരിഞ്ഞത്. അപ്പൊ അത് മെഷീന്റെ പ്രോബ്ലം ആണ്. അടുത്ത അതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞു, യൂട്യൂബ് നോക്കിയിട്ടാണ് നമ്മളിത് മൊത്തം പഠിച്ചത്. അപ്പൊ നമ്മൾ കാണുന്നത് വേറെ ആരോടും ചോദിക്കാതെ അവരെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നു, മെഷീൻ കൊണ്ടുവരുന്നു, വെക്കുന്നു. പിന്നെ ഈ മേഖലയിലുള്ളവരോട് സംസാരിച്ച് അവര് തന്നെ മീൻസ് കോഴിക്കോടുള്ള ഒരു നൗഫിലൊക്കെയാണ് എനിക്ക് ഈ മെഷീൻ ഉണ്ടാക്കി തന്നത്. അപ്പം ആ ഇക്കനോട് കോണ്ടാക്ട് ചെയ്ത് ഏതൊക്കെ രീതിയിലാണ് വേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടാമത് നമ്മളൊരു മെഷീൻ സെറ്റ് ചെയ്തു. ഇപ്പം 100 മുട്ട വെച്ചിട്ടുണ്ട്, 10 മുട്ട പൂവും കൊത്താത്ത മുട്ട ഉണ്ടെങ്കിൽ നമ്മളത് അതിൽ 70 വിരിഞ്ഞാലും 90% ആയെന്നുള്ള രീതി ആ ഒരു കണക്ക് വരും. അപ്പൊ രീതിയിൽ 80-90% നമുക്ക് ഇവിടെ വിരിയുന്നുണ്ട്. സക്സസ് ആണ്. അതിനൊപ്പമാണ് കോഴി തുടങ്ങിയത്. അതിന്റെ ഒപ്പം നമ്മൾ ഇന്റഗ്രേഷൻ കോഴിയും കൂടി തുടങ്ങി. ഷെഡ് നമ്മള് കോഴിയില് നെഗറ്റീവ് അടിച്ചോ? ഇല്ല, കോഴിയിൽ അറിയാവുന്നവർ തന്നെ നമുക്ക് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നല്ലോ. അങ്ങനെ നമ്മൾ ഒരു ടീമിനെ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പല രീതിയിലും പലരോടും ചോദിച്ചു. അവസാനം നമുക്ക് ഇറക്കി തരുന്ന അമൽ ഏതൻ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ടീം, അവരാണ് നമുക്ക് ആദ്യം മുതലേ മീൻസ് തുടക്കം മുതലേ അവർ തന്നെയാണ് ഈ ടൈം വരെ. അപ്പം അവരെടുത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്തു. പിന്നെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നമ്മൾ അതിൽ നമുക്ക് നെഗറ്റീവ് അടിച്ചില്ല. ഭാഗ്യം. അപ്പൊ കോഴിയിലിപ്പോ സാധാരണ ഇത് താഴെ ചൗരിച്ചോറാണോ ഇടുക? ഇവിടെ എന്താ കാപ്പി? ഇവിടെ ഞാൻ ആദ്യം മുതലേ കാപ്പിത്തൊണ്ടാണ് ഇടാറ്. വേറെ ഒന്നല്ല, നമുക്കിപ്പം ഈ ഒരു ചുറ്റുപാടുള്ള ഒരു കാപ്പിത്തൊണ്ട് കിട്ടാനുണ്ട് അല്ലേ? കിട്ടാനുണ്ട്, ചില സമയത്ത് ഭയങ്കര, അതായത് കിട്ടാനുണ്ട്, നല്ല റേറ്റുമാണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ കാപ്പിയില്ലേ? കുറച്ച് നമുക്ക് കാപ്പിയുണ്ട്, പക്ഷെ നമ്മളത് ഇത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കാം, മില്ലിൽ പോയി കുത്തി അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കും. അപ്പൊ പിന്നെ തൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ആര് കളക്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. നമ്മള് ഇവിടെ 2-3-4-5 മില്ലുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പം അവരെ സമയത്ത് പോയി നമ്മൾ ചോദിക്കുന്ന, അവർ നിറച്ചു വെക്കുന്ന നമ്മൾ കൊണ്ടുവരും. എത്ര ഏരിയ ഉണ്ട് ഇത്? നമുക്ക് 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഷെഡ്. എത്ര തൊണ്ട്, എത്ര ചാക്ക് കാപ്പിത്തൊണ്ട്? നമ്മൾ മൊത്തം 60-65 ചാക്കോളം നമ്മള് കാപ്പിത്തൊണ്ടിടും. അപ്പം കുറച്ച് കട്ടിയിലിടും. അത് കോഴിയുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് പറയാറ്. അപ്പൊ നമ്മൾ കുറച്ച് കട്ടിയിലിടും. കാപ്പിത്തൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാപ്പിത്തൊണ്ട് കോഴി ബാച്ച് പോയി ആ വളം നമുക്ക് പുറത്തേക്ക് പോയില്ലെങ്കിൽ അതിവിടെ സ്റ്റോക്കായി കിടന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമായിരിക്കും. അടുത്ത ബാച്ച് വന്നാലും കോഴികൾക്കും അതൊന്നും നമുക്ക് പ്രശ്നങ്ങൾ വരും. നമ്മൾ ഈ അടുത്തെങ്ങാനും ചാക്ക് വെച്ചത്. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ചകിരിച്ചോറ് ഇറക്കി. ആ ചകിരിച്ചോറ് ഇറക്കിയതിൽ മുഴുവൻ ചാക്കും നമുക്ക് ഇവിടെ തന്നെയാണ് നിന്ന്. അല്ല, ഒരു 15 ചാക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടൻ വാങ്ങി. ബാക്കി ഫുൾ ചാക്ക് നമ്മുടെ ഇവിടെ തന്നെ പറമ്പിൽ തന്നെ ഇടണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചൂട് നോക്കുന്നില്ല, കാപ്പിത്തൊണ്ട്. പക്ഷെ അത്ര ചൂടില്ല. കോഴികൾക്ക് കുഴപ്പമില്ല. കോഴിക്ക് കുഴപ്പമില്ല. വളത്തിന് എങ്ങനെ? ഇപ്പൊ നമ്മള് ഒരു ചാക്ക് കോഴി വളത്തിന് 170 രൂപയാണ്. അപ്പൊ 60 ചാക്ക് കാപ്പിത്തൊണ്ട് ഇട്ടാ അത് എത്ര ചാക്ക് കൊടുക്കാം? ഒരു കട്ടി അതൊരു 90 ചാക്ക് 100 ചാക്കിന്റെ ഇടയിൽ നമുക്ക് കിട്ടും. കോഴിക്കും മാർക്കറ്റ് ഇതുപോലെ തന്നെ അല്ലേ? കോഴിക്ക് നമ്മളിവിടെ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. നമ്മളിത് സ്വന്തമായിട്ടല്ല, മീൻസ് അവർ കോഴിക്കുഞ്ഞിനെ തരും, തീറ്റ തരും. നമ്മളിവിടെ നോക്കുകൂലി എന്നുള്ള രീതിയിൽ നമുക്ക് പരിപാലിച്ചു കൊടുക്കാം. അപ്പൊ 1 കിലോയ്ക്ക് 8 രൂപ, 8.5, 10 അത് നമ്മൾ നോക്കുന്ന രീതിയിൽ FCR അവർ നോക്കിയിട്ടാണ് നമുക്ക് റേറ്റ് കിട്ടുക. അത് പക്ഷെ ഇത്ര സമയം വേണ്ടല്ലോ, ഒരു 30-35 ദിവസം അല്ലേ? 37-38 ദിവസം അതിന്റെ ഉള്ളിൽ പിടുത്തം തുടങ്ങും. മീൻസ് ഒരു 38-39 നമുക്ക് കാലിയാവും. പിന്നെ ഒരു 15-20 ദിവസം നമ്മൾ ഗ്യാപ്പ് ഇടും. മൊത്തം ക്ലീൻ ചെയ്ത് ഷെഡെല്ലാം കഴുകി 2 സെറ്റ് മരുന്നടിച്ച് വണ്ടിയിലുള്ള മരുന്നും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 20 ദിവസം നമ്മൾ ഫ്രീ ആക്കിയിടും. അത് കഴിഞ്ഞ് അടുത്ത ബാച്ച്. കോഴികൾക്ക് അസുഖം വരുന്ന കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യങ്ങളില്ല. അതായത് ഇപ്പൊ നമുക്ക് ഇടുന്ന അവരുടെ തന്നെ ഡോക്ടർമാരും കാര്യങ്ങളും ഉണ്ട്. അപ്പം തുടക്കം നമ്മൾ ആദ്യത്തെ ഒരു 14 ദിവസം നമ്മൾ നോക്കുന്നതിന്റെ റിസൾട്ടാണ് നമുക്ക് ഫൈനലി കിട്ടുക. അപ്പൊ ആ 14 ദിവസം നമ്മൾ കറക്റ്റ് മീൻസ് ഇപ്പം കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം കുറച്ച് ചൂടുണ്ട്. ഇപ്പൊ രാവിലെ നല്ല തണുപ്പാണ്. അപ്പം ഷെഡ് ഫുള്ളൊന്ന് കവർ ചെയ്യണം. വെയിലാവുമ്പോൾ അത് പൊക്കണം. ആ രീതിയിൽ കറക്റ്റ് ചൂടും കൊടുത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചിക്സും കൂടി ആണെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ ബാച്ച് നമ്മൾ വേറെ അഡീഷണൽ ഒരു മരുന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. നല്ല റിസൾട്ടും കിട്ടി.
അതിപ്പം ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മരുന്ന് അവരുടെ ഡോക്ടർമാർ വന്നിട്ട് അവര് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ കാടയും കോഴിയും സത്യം പറഞ്ഞാൽ രക്ഷിച്ചു. പോത്ത്, കാട, കോഴി അത്യാവശ്യം നമുക്ക് പിടിച്ചിക്കാനുള്ള ധൈര്യമായി. എല്ലാവരെയും പോലെ ലവ് ബേഡ്സിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഒരു 4 പെയറിനെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി ക്രേസ് കൂടിയപ്പം ലവ് ബേഡ്സിനോട് കൂടി കോക്ടെയിലും കൂടി തുടങ്ങി. കോക്ടെയിൽ 2 പെയറാണ് നമ്മൾ വാങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് ഏവിയറി ആക്കാമെന്നുള്ളൊരു സെറ്റപ്പിൽ ബേഡ്സിനെ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് വിടുക. ഒരു ചെറിയ കൂട്ടിൽ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ നല്ലൊരു സ്പേസ് കൊടുത്ത് ഈ ഷെഡിൽ തന്നെയാണ് മൊത്തത്തിൽ ഏവിയറാക്കി നമ്മളതിനെ വളർത്തി. അങ്ങനെ ഫിഞ്ചസുകൾ വന്നു, ഗോൾഡൻ ഫിഞ്ചസ് വന്നു, പിന്നെ പൈനാപ്പിൾ കുനൂറ്, അങ്ങനെ കുറച്ച് അധികം വെറൈറ്റികളെ നമ്മൾ കൊണ്ടുവന്നു. അപ്പം പക്ഷികളുടെ എണ്ണം കൂടിയപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഇവരെ ശുശ്രൂഷിക്കേണ്ട പണിയും കൂടുതലായിട്ട് വന്നപ്പം നമ്മളത് ശകലം കുറച്ചു. കാരണം ഫാമിൽ നമുക്ക് കുറച്ചധികം പണിയുണ്ട്. അപ്പം നമ്മൾ അലങ്കാര പക്ഷികളെ ശകലം കുറച്ച് പെയറുകൾ മാത്രമാക്കി, ബ്രീഡിംഗ് പെയറുകൾ മാത്രമാക്കി നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയാക്കി. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഫിഞ്ചസ് ഉണ്ട്, പൈനാപ്പിൾ കുനൂറുണ്ട്, കോക്ടെയിലുണ്ട്. ഇനിയിപ്പം ഇനി പഴയ പോലെ ഇതൊന്നും കൂടി വിപുലീകരിക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബ്രീഡിംഗ് പെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു 6 മാസം കൂടുമ്പം നമ്മളതിന് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ബ്രീഡിങ് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മന്ത് നമ്മളതിന് ഫ്രീ ആയിട്ട്, അതായത് അടുത്തൊരു ബ്രീഡിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മളതിന് ഫ്രീ ആക്കി 2 മാസം നമ്മൾ ഗ്യാപ്പ് ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ലൊരു ബ്രീഡിംഗ് പെയർ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം തന്നെയാണ്. കാരണം കോക്ടെയിലിൻ്റെ ആണെങ്കിൽ ഒരു 3 ചിക്സ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവർക്ക് നമുക്ക് തീറ്റ എന്നുള്ള രീതി തീറ്റ കൊടുക്കുന്നത് കോക്ടെയിലിന് നമ്മൾ തിനയും സൂര്യകാന്തിയാണ്. പൈനാപ്പിൾ കുനൂറിന് അവരുടേതായ കുനൂർ മിക്സ് ഉണ്ട് പെല്ലറ്റിൻ്റെ, അതും പിന്നെ പയർ മുളപ്പിച്ചതും പിന്നെ എഗ് ഫുഡുണ്ട്. അപ്പം നമ്മൾ ബ്രെഡ് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ പിന്നെ ചോപ്പ് ചെയ്തിട്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 1 ദിവസം നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിക്സിനെല്ലാം, അതായത് ബ്രീഡിങ് കഴിഞ്ഞ് കിളികൾക്ക് നമുക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്സ് എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടാവും. ജെറിനെ, നമ്മള് ഒമാനിലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു കുളം, 2 കുളത്തിൽ മീന്, ഇതൊക്കെ എപ്പോഴെങ്കിലും സ്വപ്നത്തിലുണ്ടായിരുന്നോ? സ്വപ്നത്തിൽ ഒമാനിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല, കല്യാണം കഴിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ പെണ്ണിനെ കാണുന്നത് കല്യാണം എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞ്, മീൻസ് വീഡിയോ കോള് വിളിച്ചിട്ടുണ്ട്. കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞ് ഒരാഴ്ച മുന്നെയാണ് ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് കാണുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഈ പ്രദേശം എങ്ങനെയാണോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് വൈഫിൻ്റെ വീടാണ്. അപ്പം ഈ കുളോ ഇങ്ങനത്തെ ഒരു ഏരിയ വയലോ കാര്യങ്ങളോ ഇവിടെ വരണവരെ കണ്ടിട്ടില്ല അല്ലേ? ഇവിടെ വരണവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുളം കണ്ടപ്പോൾ അതൊരു പിന്നെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, മീൻസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളുണ്ട്. മീൻസ് നാട്ടിൽ നിൽക്കണം, ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണം. അപ്പം അതിന് അനുയോജ്യമായ ഒരു സ്ഥലങ്ങളാണ് എനിക്ക് കിട്ടിയത്. അപ്പം അന്ന് മുതൽ പിന്നെ ചെറിയൊരു പ്ലാനിങ് കുറച്ചും കൂടി എക്സ്ട്രാ ചിന്തിച്ചു തുടങ്ങി. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ. പിന്നെ ഏതൊക്കെയാ മീനുകൾ ഇട്ടകണയിൽ? ഇവിടെ ഇപ്പം ചെമ്പല്ലിയും ഗിഫ്റ്റ് പിലോപ്പിയും, അതിലെ നൈല് ചിത്രലാട, ഈ 2 ടൈപ്പും ചെമ്പല്ലിയാണുള്ളത്. ഇത് സാധാരണ നാച്ചുറൽ പോണ്ട്. അപ്പുറത്ത് മേലെ കോൺക്രീറ്റ് പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെന്തൊക്കെയായിരുന്നു? അതില് പിന്നെ ചിത്രലാടയും നൈലും മാത്രമേ ഉള്ളൂ. ഇതില് അതുകൊണ്ട് ചിത്രലാടയും നൈലും ഉണ്ട്, ചെമ്പല്ലിയും ഉണ്ട്. ഓക്കെ. സാധാരണ ഇതിൽ നെറ്റൊക്കെ ഇടാറുണ്ടല്ലോ ആൾക്കാർ.
മറ്റേ ഇതൊക്കെ വന്ന് പിടിച്ചപ്പോ അതായത് ഇവിടെ ഇപ്പം എല്ലാവർക്കും കഴിക്കാന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ 2 സെറ്റ് നീലപ്പൊന്മാനുണ്ടല്ലോ മീൻ, അതന്നെ നമ്മളിവിടെ ആ ഭിത്തിയിൽ വിരിഞ്ഞിറങ്ങി അവരുടെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഒരു പോക്കുണ്ട്. അപ്പൊ അത് നടന്നോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. ലോങ് റണ്ണിലേക്ക് പോവാണെങ്കിൽ കുറച്ചുകൂടി ബാക്കി അങ്ങനെ വരുമ്പോൾ ഫുൾ സേഫ്റ്റി ആയിട്ട് ഇപ്പം ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് ചെയ്യും. ഇതിപ്പം ഇങ്ങനെ അങ്ങ് പൊട്ടേന്ന് ഞാനും കരുതി. എത്ര ആളുണ്ടാവും ഇതിന് 2.5 ആൾ താഴ്ചയുണ്ട്. ഓ, അത്ര ഇതുണ്ട്, നല്ല താഴ്ചയുള്ള. പതുക്കെ പതുക്കെ ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അടുത്ത തവണ വരുമ്പോ കുറച്ചും കൂടിയും ഉഷാറാവട്ടെ, കുറച്ചും കൂടിയും വലിയ മീൻകുളം ഉണ്ടാവട്ടെ, നിറച്ച് പോത്തുകൾ ഉണ്ടാവട്ടെ, കോഴിയും കാടയും നിറയട്ടെ. തിരിച്ചെടുത്താക്കി കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.